ഹായ് ഫ്രണ്ട്സ്, ടച്ച് ആൻഡ് ടച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നോർമൽ ടൈപ്പ് വാഷ് ബേസിൻ വെക്കുന്നതാണ്. അത് ഒരു പഴയ മോഡലൊരു വാഷ് ബേസിൻ വെക്കുന്ന രീതിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമ്മളതിന് പില്ലർ കോക്ക് നമുക്ക് എടുത്തേക്കുന്നത് ഓൾഡ് ടൈപ്പ് വാഷ് ബേസിനാണ് കൊണ്ടുവന്നത്. അപ്പം ഇവിടെ ഉള്ളൊരു പഴയ മോഡൽ എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കണം പഴയ മോഡൽ ടൈപ്പ് തന്നെ പില്ലറാണ് കൊണ്ടുവന്നേക്കുന്നത്. അത് 1200 രൂപയാണ് അതിൻ്റെ വില. പ്രിൻ്റഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ടാപ്പ് തന്നെയാണ്, കാണാനും നല്ല രസമുണ്ട്. ഇതൊക്കെ ഇതേ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സിങ്കിനൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ അവർ വാങ്ങിക്കൊണ്ട് വന്നത് ഈ ടൈപ്പ് തന്നെയാണ്. കുഴപ്പമില്ല, സിംഗിൾ ലിവർ ടൈപ്പാണ്. എന്തായാലും കൊണ്ടുവന്നത് ഇതാണ്, അതുകൊണ്ട് നമുക്കത് വെച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് നമ്മളൊന്നും നോക്കുന്നില്ല. എന്തായാലും അതിൻ്റെ മോഡലൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. എന്തായാലും നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഒരു CP കപ്പ് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസിൻ്റെ അടിയിലെ കവിള് ഇച്ചിരി വലുതാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ഇവിടെ ഒരു പഴയ വാഷ് ബേസിൻ ഇരുന്നതാണ്. അത് നമ്മൾ ഇളക്കാതെ, അതിൻ്റെ റാക്ക് ഇളക്കാതെ വെച്ചിരുന്നത്. ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചത് കബോർഡ് വാഷ് ബേസിനാണ്. അപ്പം അത്രയും ഹൈറ്റിലുള്ള കബോർഡാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നതും ഈ ടൈപ്പ് ബേസിനാണ് കൊണ്ടുവന്നത്. പഴയ ഒരു മോഡലാണ് എങ്കിൽ പോലും കുഴപ്പമില്ല. കസ്റ്റമറിൻ്റെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇഷ്ടം. അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടുവരുന്നു, നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത്. ഇത് ഡെൽഫിൻ എന്ന് പറഞ്ഞ ഏതൊരു കമ്പനിയുടെയാണ്. കുഴപ്പമില്ല, എന്ന് കാണാനൊക്കെ നല്ലത് തന്നെ. നല്ല വെയിറ്റും ഉണ്ട്, ക്ലേക്ക് നല്ല വെയിറ്റും ഉണ്ട്, നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളതാണ്. നല്ല ഒരു ബേസിൻ തന്നെ. നമ്മളിത് ഇങ്ങനെ വെച്ച് നോക്കി അളവെടുക്കുകയാണ്. അപ്പം പഴയ റാക്ക് ബോൾട്ടിന് അളവ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഊരിക്കളഞ്ഞു. ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്, കാരണം ഈ തറയ്ക്ക് ഒരു സ്ലോപ്പുണ്ട്. അതേപോലെ ഭിത്തിയും പഴയ ഭിത്തി ആയതുകൊണ്ട് ചെറിയ വ്യത്യാസം, ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ അളവിന് വേണ്ടിയിട്ട് വെച്ച് നോക്കിയതാണ്. അളവ് വെച്ച് നോക്കി അളവ് മാർക്ക് ചെയ്യണം ഇനി. അതേപോലെ നേരത്തെ തന്നെ നമ്മൾ ആങ്കിൾ കോക്ക് സെറ്റ് ചെയ്തിരുന്നു. പക്ഷേ കബോർഡ് ടൈപ്പിൻ്റെ അത് വരുന്നുണ്ട്. ആ അളവിലാണ് നമ്മൾ നേരത്തെ ലൈൻ ഇട്ടത്. മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെല്ലാക്ക് വെച്ചിട്ട് ആ ഗ്യാപ്പ് ഹോളിൽ കൂടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. എന്നാലേ അത് പറ്റത്തുള്ളൂ. പിന്നെ ബേസിനെ കുറിച്ച് പറഞ്ഞാൽ ബേസിൻ ദൂരെ നിന്ന് നോക്കാൻ നല്ല ഭംഗി തന്നെയുണ്ട്. കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പഴയ വീടുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് അത്. നമ്മളതുപോലെ വേസ്റ്റ് കപ്ലിംഗ് ഇടുന്നു. വേസ്റ്റ് കപ്ലിങ്ങും നല്ലത് തന്നെയാണ് എടുത്തേക്കുന്നത്. ഒരു ഓവൽ ഷേപ്പ് വരുന്നത് കൊണ്ടാണ് അത് അതേപോലത്തെ എടുത്തത്. അപ്പം ഫുൾ ത്രെഡിൻ്റെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ത്രെഡ് തന്നെയാണ് ഇടുന്നത്. അതിൻ്റെ അകത്ത് ചെറുതായിട്ട് MCയിൽ തൂത്ത് വിടുന്നുണ്ട്. സിലിക്കോണിന് വരെ നമ്മൾ ചെറുതായിട്ട് വൈറ്റ് MCയിൽ ചെറുതായിട്ടൊന്ന് വെക്കുന്നുണ്ട്, ചെറിയൊരു പിടുത്തം കിട്ടാനും. പഴയ ടൈപ്പ് ആയതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് MCയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ നട്ട് നല്ല സ്റ്റീൽ നട്ടാണ്, കുഴപ്പമില്ല, നല്ലോണം കയറുന്നുണ്ട്. അതുപോലെ വാഷറും ഇട്ട് ഫുൾ ത്രെഡ് ആയതുകൊണ്ട് അതിൻ്റെ ഫുൾ ത്രെഡ് അത്രയും കയറ്റണം. അതുകൊണ്ടൊന്ന് മുറുക്കി കൊടുക്കുകയാണ്. ഇത് മുറുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ 5 റേഞ്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റബിളോ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഓവർ ടൈറ്റ് ചെയ്താൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു മീഡിയം ടൈപ്പ് മുറുക്കിയാൽ മതി. അഡ്ജസ്റ്റബിളോ അല്ലെന്നുണ്ടെങ്കിൽ 5 റേഞ്ചോ വെച്ച് ടൈറ്റ് ചെയ്യുക, മുറുകിക്കോളും. അതേപോലെ നമ്മളത് എടുത്ത് വെച്ച് സെറ്റ് ചെയ്തു. അതേപോലെ പില്ലർ ടാപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഗ്യാപ്പ് നമുക്ക് അടയ്ക്കണം. അതിന് നമ്മൾ വൈറ്റ് സിമെൻ്റാണ് ഉപയോഗിക്കുന്നത്. കണക്ഷൻ പൈപ്പും നമ്മൾ മേടിച്ചിട്ടുണ്ട്. 1.5 അടിയുടെ കണക്ഷനാണ് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ ഈ ഗ്യാപ്പ്, ഈ ഭിത്തിയുടെ ഗ്യാപ്പ് നമുക്കത് മറയ്ക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കൂടെ വെള്ളം വീണ് തറയിലോട്ട് ഒഴുകിപ്പോവും. അതുകൊണ്ട് നമ്മൾ ആ ഗ്യാപ്പ് അങ്ങ് മറയ്ക്കുകയാണ്. അപ്പം കുറച്ചും കൂടെ പഴയ ഭിത്തിയും കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടെ പിടുത്തം കിട്ടും നമുക്ക് ഈ MCയിലും കൂടെ വെക്കുമ്പോൾ. താഴത്തെയും അതുപോലെ നമ്മൾ MCയിൽ വെച്ചു. അതുപോലെ മേൽ സൈഡ് നമ്മൾ MCയിൽ വെച്ചിട്ടുണ്ട്. അത് പഴയ ഭിത്തിയുടെ ഒരു ഇതാണ്. അപ്പം ടൈലൊന്നും ഇളക്കാൻ നിന്നില്ല. അതേപോലെ നമ്മൾ ഗ്ലാസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ചേരുന്ന തന്നെ ഗ്ലാസും നമ്മൾ മേടിച്ച് ഗ്ലാസും വെച്ചു. അതുപോലെ ടവർ റാഡും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്നെയാണ്. കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിന് വാങ്ങി നമ്മളത് സെറ്റ് ചെയ്യുന്നു എന്ന് മാത്രം.
ഗ്ലാസും സെറ്റ് ചെയ്ത് വെച്ചു. ഗ്ലാസ് അതേപോലെ ഈ ഗ്യാപ്പുകളും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്, കാരണം ഇനി അനങ്ങരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാൽ പോലും അനങ്ങരുത്. പഴയ വാഷ് ബേസിൻ ആണെങ്കിൽ പോലും അതിന് നല്ലൊരു ലുക്കുണ്ട് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട്, അതേപോലെ നല്ല ലുക്കും ഉണ്ട്. അതേ നമ്മൾ അളവിനാണ് ഗ്ലാസ്സും എടുത്തേക്കുന്നത്. ഗ്ലാസ്സും എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.